പയ്യന്നൂർ നഗരസഭയുടെ ചെയർമാനായി LDFിലെ സരിൻ ശശി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ മേയറായി VK മിനിമോളും പാല നഗരസഭയുടെ പുതിയ അധ്യക്ഷയായി ദിയ പുളിക്കക്കണ്ടവും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. രണ്ടുപേരും UDF പ്രതിനിധികളാണ്. PP മുഹമ്മദ് റാഫി LDFിലെ നീലേശ്വരം നഗരസഭയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാനായി LDFിലെ P വിശ്വനാഥൻ, ആദിവാസി ക്ഷേമ സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് P വിശ്വനാഥൻ, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ നിരവധി വാർത്തകൾ. കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാനായി അനിത ഗോപകുമാർ, CPIM LDFിലെ അനിത ഗോപകുമാറിനെ കൊട്ടാരക്കര നഗരസഭയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതിനിടെ ഒന്ന് രണ്ട് ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. ആലപ്പുഴ നഗരസഭയിൽ അവിടെ വോട്ടിംഗ് തടസ്സപ്പെട്ടു, വരണാധികാരിയുമായി വാക്കേറ്റം എന്നതാണ്. അതിൽ 53 അംഗ കൗൺസിലിൽ LDFിന് 22ഉം UDFിന് 23 അംഗങ്ങളാണ് ആലപ്പുഴയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. സ്വതന്ത്രൻ്റെ പിന്തുണ UDF നേരത്തെ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. കൊച്ചിയിൽ VK മിനിമോൾ പുതിയ മേയർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് സാക്ഷ്യം വഹിക്കാതെ അവിടെ നിന്ന് ദീപ്തി മേരി വർഗീസ് കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന വാർത്തയാണ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. ദീപ്തി മേരി വർഗീസ് നേരത്തെ തന്നെ അസംതൃപ്തയായിരുന്നു. മേയറായി തെരഞ്ഞെടുക്കപ്പെടും, മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കും എന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു ദീപ്തി മേരി വർഗീസ് ഉണ്ടായിരുന്നത്. ദീപ്തി മേരി വർഗീസിന് മേയർ സ്ഥാനം നൽകാത്തതിൽ കോൺഗ്രസിലും വലിയ അതൃപ്തി പ്രകടമായിരുന്നു. പ്രത്യേകിച്ച് ചില നേതാക്കൾ ഈ വിഷയത്തിൽ തുറന്ന് അഭിപ്രായ പ്രകടനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. മാത്യു കുഴൽനാടൻ MLA ദീപ്തി മേരി വർഗീസിനെ പിന്തുണച്ചു രംഗത്തെത്തിയപ്പോൾ മറ്റു ചില നേതാക്കൾ DCC നേതൃത്വം ഉൾപ്പെടെ VK മിനിമോൾക്ക് ഉറച്ച പിന്തുണ നൽകുകയാണ് ചെയ്തത്. അതിലുള്ള അസംതൃപ്തി കൂടി പരസ്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് ഈ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉൾപ്പെടെ അതിനുശേഷം ഈ അധികാരമേൽക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിൽക്കാതെ ആ കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നേരത്തെ മേയർക്ക് അനുകൂലമായി വോട്ട് ചെയ്യും, VK മിനിമോൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് ദീപ്തി മേരി വർഗീസ് പ്രഖ്യാപിച്ചിരുന്നതാണ്. UDFിൻ്റെ കൗൺസിലർമാർ പ്രകടനമായി അവിടേക്ക് ഒരുമിച്ച് ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെ അവർ പ്രകടനമായാണ് ഈ കൗൺസിൽ ഹാളിലേക്ക് എത്തിയിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ്, ദീപ്തി മേരി വർഗീസ് കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി വിപിൻ C വിജയൻ കൗൺസിൽ ഹാളിൽ നിന്ന് ചേരുകയാണ്. വിപിൻ C വിജയൻ, അസാധാരണമായ സംഭവങ്ങളാണ്. ദീപ്തി മേരി വർഗീസ് അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ ആ കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, കൊച്ചിയുടെ മേയറായി VK മിനിമോൾ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ തിരഞ്ഞെടുക്കുന്ന സമയം, അതായത് വോട്ടെടുപ്പിൽ ദീപ്തി മേരി വർഗീസ് പങ്കെടുത്തു, അവർ വോട്ട് ചെയ്തു, മിനിമോൾക്ക് തന്നെയാണ് വോട്ട് ചെയ്തത്. അതിനുശേഷം കൈ കൊടുത്ത് ദീപ്തി മേരി വർഗീസ് മടങ്ങുകയായിരുന്നു. അതായത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനോ അതല്ലെങ്കിൽ ഈ മേയറുടെ ഗൗൺ അണിയിക്കുന്ന മറ്റ് നടപടിക്രമങ്ങൾക്കോ കാത്തു നിൽക്കാതെ, അതിന് സാക്ഷ്യം വഹിക്കാതെ ദീപ്തി മേരി വർഗീസ് കൗൺസിൽ ഹാളിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. എന്നാൽ അവർ കൈ കൊടുക്കുകയും ആശ്ലേഷിക്കുകയും ഒപ്പം തന്നെ അതിനെ ആശംസ അറിയിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മടക്കം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദീപ്തി മേരി വർഗീസുമായി ബന്ധപ്പെട്ട് മേയർ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പരിഗണിച്ച പേരായിരുന്നു. പിന്നീടാണ് എല്ലാ കാര്യങ്ങളും കൊച്ചിയെ സംബന്ധിച്ച് മാറി മറിഞ്ഞത്. ഈ മേയർ സ്ഥാനത്തേക്ക് ഈ ഗ്രൂപ്പിസം വരുന്നു, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ നേതാക്കൾ ഓരോ പേരുകൾ നിർദ്ദേശിക്കുന്നു. അത് ഇപ്പോൾ VK മിനിമോളിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ VK മിനിമോൾ 47 UDF കൗൺസിലർമാരുടെയും ഒരു സ്വതന്ത്രൻ്റെയും പിന്തുണയോടെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ അങ്ങനെ അധികാരമേൽക്കുകയാണ്. ആദ്യ ടൈമിൽ, രണ്ടാമത്തെ ടൈമിലേക്ക് ഷൈനു മാത്യുവും എത്തുകയാണ്. അങ്ങനെ ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞിരിക്കുന്നു എന്നതിന് അപ്പുറമായി ഈ മേയറെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ KPCCയുടെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു പൊതുവികാരം അത് നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലുമുണ്ട്. അത് ഈ രീതിയിലായിരുന്നില്ല വേണ്ടത്. ഇങ്ങനെ ഒരു തർക്കമുണ്ടാവുകയാണെങ്കിൽ അതിലൊരു നിരീക്ഷകനെ വെക്കണം. ഒപ്പം തന്നെ KPCCയുടെ ഒരു പ്രധാന പൊസിഷനിൽ, KPCCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ദീപ്തി മേരി വർഗീസ് ഇരിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ജനപ്രതിനിധിയായി വരുമ്പോൾ പ്രധാനമായിട്ടുള്ള സ്ഥാനം കൊടുക്കണം എന്നുള്ളതും പാലിക്കപ്പെട്ടില്ല എന്ന് കാണിച്ച് അവർ AICCക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ തനിക്ക് പരിഭവങ്ങളൊന്നും തന്നെയില്ല, പക്ഷേ ഇത് പാലിക്കപ്പെട്ടില്ല എന്നുള്ള വാക്കിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ദീപ്തി മേരി വർഗീസ് പറയുന്നു. അതിന് അപ്പുറമായി ഇപ്പോൾ കൈ കൊടുത്തതിന് ശേഷം ആ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാതെ ദീപ്തി മടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് കൊച്ചിയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാഴ്ച. ദിലീപ് കുമാർ. ദീപ്തി മേരി വർഗീസ് കൊച്ചി മേയറായി VK മിനിമോൾ തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അതിൻ്റെ തുടർന്നുള്ള ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാതെ
കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. UDFനെ സംബന്ധിച്ച് അവരുടെ വിജയത്തിളക്കത്തിനിടയിൽ UDFന് വലിയ കല്ലുകടിയായിരിക്കുകയാണ് കൊച്ചിയിലും തൃശ്ശൂരിലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ. ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ അതൃപ്തി പ്രകടിപ്പിച്ച് ഇറങ്ങിപ്പോകുന്നു. തൃശ്ശൂരിലാകട്ടെ മുതിർന്ന നേതാവ് ലാലി ജെയിംസ് അവിടെ ഗുരുതരമായ ആരോപണവുമായി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തുന്നു. പണം വാങ്ങിയാണ് മേയറെ നിശ്ചയിച്ചത് എന്ന ഗുരുതര ആരോപണം തൃശ്ശൂരിലെ മുതിർന്ന നേതാവായ ലാലി ജെയിംസ് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.